വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെത്തോലി പീര പറ്റിച്ചതാണ്. ഇതിനാവശ്യമായത് ഫസ്റ്റ് നെത്തോലി ക്ലീനാക്കി വെച്ചിരിക്കുന്നത്, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കുരുമുളക് പൊടി, സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, പെരുംജീരകം, കൊടംപുളി വെള്ളമിട്ട് വെച്ചിരിക്കുന്ന എണ്ണ. ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ നെത്തോലി ക്ലീനാക്കി വെച്ചതിലേക്ക് ആദ്യം നമ്മൾ തേങ്ങ, ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി, വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയുണ്ട്, അതിട്ടു. വെളുത്തുള്ളി വളരെ കുറച്ച് മതി, ഒരു 4-5 അല്ലി. മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം പെരുംജീരകം ചതച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. പെരുംജീരകം വളരെ കുറച്ച് മതി. ഇനി കുരുമുളക് പൊടിയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ഇടുന്നത്. കുരുമുളക് പൊടി എന്നതിൻ്റെ ടേസ്റ്റ് വേറൊരു ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മുളക് പൊടി, നല്ല എരിവും അത്യാവശ്യമാണ് ഈ ഒരു കറിക്ക്. അതുപോലെ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഏറ്റവും അവസാനമായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പുളി, കുടംപുളി വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളവും അതുപോലെ തന്നെ കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതെല്ലാം ആക്കിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമുണ്ട്, അതേപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയും മുളക് പൊടിയും അതേപോലെ നത്തലും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നതിന് വേണ്ടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും എല്ലാം കറക്റ്റായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് ഗ്യാസിൽ വെക്കാവുന്നതാണ്. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അതിൽ വെച്ചു ശരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ച ശേഷം ഇനി അത് നമുക്കൊന്ന് ആവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഈ നത്തോലി പീര പറ്റിച്ച കറി പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ചിലയിടത്ത് കൊഴുവാക്കറി എന്ന് പറയും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ജസ്റ്റ് നമുക്കൊന്ന് തുറന്നോ. നമുക്ക് നല്ല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഏകദേശം അത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഒന്ന് അതിൻ്റെ പീരയുടെ വെള്ളം ഒന്ന് വറ്റുന്നവരെ ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഇടാവുന്നതാണ്. ഈ ഒരു കറി നത്തോലി എന്ന് പറയുന്നത് തേയ്മാനത്തിനൊക്കെ ഒത്തിരി നല്ലൊരു ഡിഷാണ്. അതേപോലെ ഈ കൊഴുവ അല്ലെങ്കിൽ നത്തോലി എന്ന് പറയുന്നതിൻ്റെ കാൽസ്യത്തിൻ്റെ ഒരു കലവറയാന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ചേരുവകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് നോക്കി വറ്റി നല്ല ഇതായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അന്നേരം എൻ്റെ ഈ ഒരു നെത്തോലി പീര പറ്റിച്ച കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.